വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും ആരോഗ്യ ഇൻഷുറൻസിനകത്ത് ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് നമ്മളത് ഏറ്റവും ആദ്യം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്താണ് TVC എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ടെലി വെരിഫിക്കേഷൻ. നമ്മളൊരു പ്രപ്പോസൽ ഫോമിനകത്ത് എല്ലാ ഡീറ്റെയിൽസും എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന കസ്റ്റമറെ കുറിച്ച്, കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു സെക്കൻഡ് വെരിഫിക്കേഷൻ, അതായത് നമ്മുടെ ടെലി വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അയാൾ വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെയല്ലേ, എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതായത് ആ കൊടുത്തിട്ടുള്ള പ്രപ്പോസലിന്റെ ജെന്യൂനിറ്റി. അപ്പൊ ഇത് മാനുവൽ ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ മാനുവൽ ആയിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ പ്രപ്പോസൽ ഫോം അതിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ട് കസ്റ്റമർക്ക് അത് വീണ്ടും പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നുള്ളത് കസ്റ്റമർക്ക് പരിശോധിക്കാൻ ഒരു അവസരം കൊടുക്കുക. അവസരം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ തന്നെ അത് അംഗീകരിക്കുന്നത് നമുക്ക് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു പ്രോസസ്സാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു സംഭവം വരുന്ന സമയത്ത് ഒരു കമ്പനിയും കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു പ്രോസസ്സ് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കസ്റ്റമർ സൈഡ് എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കണം, പക്ഷേ ലീഗൽ സൈഡ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനും കഴിയണം. അപ്പോൾ അതിനുള്ള വളരെ കുറഞ്ഞ പ്രൊസീജിയേഴ്സ് മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ കൊണ്ടുവന്നുള്ളത്. ഇതിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പ്രോസസ്സ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എപ്പോഴും പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം പേയ്മെന്റ് കഴിഞ്ഞ് കസ്റ്റമർ ഈ പോളിസി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് തയ്യാറാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം, അത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കസ്റ്റമർ ഈ പറയുന്ന പോളിസിയുടെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും കസ്റ്റമർക്ക് എന്ത് പോകും, മെസ്സേജ് പോകും. ആ മെസ്സേജ് പോകുന്നത് രണ്ട് രൂപത്തിൽ മെസ്സേജ് പോകും. നോട്ട് ചെയ്യാം, രണ്ട് രൂപത്തിൽ മെസ്സേജ് പോകും. ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് പോകും, രണ്ട് ആ പറയുന്ന നമ്പറിൽ അവർ ഒഫീഷ്യലി നമുക്ക് തന്ന നമ്പറിനകത്ത് വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പിനകത്തും ഈ പറഞ്ഞ മെസ്സേജ് പോകും. അപ്പൊ വാട്സപ്പിനകത്തും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഈ മെസ്സേജ് കസ്റ്റമറുടെ അടുത്ത് എത്തുന്നു. കസ്റ്റമറുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കസ്റ്റമർ അതിനകത്ത് അത് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് ഒരു ലിങ്ക് ഉണ്ടാവും, നീല കളറിൽ നമ്മൾ വെച്ചിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഒരു ലിങ്ക് നമുക്ക് വന്നു കഴിഞ്ഞിട്ട് മെസ്സേജിനകത്ത് ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് നീല കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ പോർട്ടൽ അല്ലെങ്കിൽ ഒരു പുതിയ ഭാഗം തുറന്നു വരും. ഈ തുറന്നു വരുന്ന സ്ഥലത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കസ്റ്റമർ ചെയ്യേണ്ടതുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് എന്താ ചോദിച്ചാൽ, അവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. മലയാളം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് മലയാളമാണ് കൺവീനിയന്റ്, മലയാളം അതിനകത്തുണ്ട്. മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അവര് ഈ പറയുന്ന, അതായത് ഡിവൈസിനകത്ത് മൈക്രോഫോണിനും അതുപോലെ തന്നെ ക്യാമറയും ആക്സസ് ചെയ്യും. നമ്മൾ ഈ കൊടുക്കുന്ന ഈ ആപ്പിന്, നമ്മുടെ ആപ്പ് ആ ഡിവൈസിനകത്ത്, അതായത് കസ്റ്റമറുടെ ഫോണിനകത്തെ ക്യാമറയും മൈക്രോഫോണും ഉപയോഗിക്കുന്നതിന് പെർമിഷൻ ചോദിക്കും. അത് രണ്ടും അലോ ചെയ്ത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ പോളിസി ഡീറ്റെയിൽസിനകത്തേക്ക് പോകും. പോളിസി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ അടുത്തുള്ള പോളിസിയുടെ പേരെന്താണ്, സം ഇൻഷുർഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അവിടെ ചോദിക്കുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ശരിയാണോ, അതുപോലെ തന്നെ ഇമെയിൽ ID ശരിയാണോ, അതുപോലെ അഡ്രസ് കറക്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ കസ്റ്റമർക്ക് അവിടെ ചെക്ക് ചെയ്യാം. അത് എഗ്രി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് വരിക. ആ ഫാമിലി ഡീറ്റെയിൽസും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മളോട് ചോദിക്കുക. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് രൂപത്തിൽ, ഒന്ന് നമ്മൾ ലൈവ് ആണെന്ന് എന്ത് ഉറപ്പുവരുത്തും, ഈ ഡിവൈസ് ഉറപ്പുവരുത്തും, ആപ്പ് ഉറപ്പുവരുത്തും. രണ്ട്, നമ്മുടെ ഫേസ് ആണ്, ഫേസ് അതിന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ 3 സെക്കൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളോട് എന്ത് പറയും, അതിനകത്ത് ഇത് അംഗീകരിക്കാൻ വേണ്ടി പറയും. അതിനകത്ത് ഒരു ചെറിയ ടിക്ക് മാർക്ക് ഉണ്ടാവും, അതിന് ഒരു ബോക്സ് ഉണ്ടാവും, ടിക്ക് ബോക്സ്. അത് തൊട്ട് കഴിഞ്ഞാൽ ടിക്ക് വരും ഉടനെ തന്നെ. എന്നിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താങ്ക്സ് മെസ്സേജ് വരും. കഴിഞ്ഞു. ഞാനിത് പറഞ്ഞത് ഇത്രയും സമയം കൊണ്ടാണെങ്കിൽ ഈ പറയുന്ന സംഭവം ചെയ്തു തീർക്കുന്നതിന് ഇതിന്റെ പകുതി സമയം മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത് എന്നുള്ളത്. ഞാൻ എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തോളൂ എങ്ങനെയാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത് എന്നുള്ളത്. അതിന്റെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് ആ ഓരോ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഞാൻ എന്റെ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ,
ഇതില് രണ്ട് രൂപത്തിലാണ് കാര്യങ്ങൾ നടക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന്, ഈ പറഞ്ഞ ഡാറ്റകൾ എല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഇതിനോട് എഗ്രി ചെയ്തിട്ട് പോളിസി ഇഷ്യൂ ചെയ്യാനുള്ള സ്റ്റെപ്പിലേക്ക് പോകും. രണ്ടാമത്തെ, ഇതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എറർ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ആ എറർ നമുക്ക് അതിനകത്ത് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പൊ ഇതിൽ ആദ്യം കാണിക്കുന്നത് ഡാറ്റകളിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇത് പ്രഥമ ദൃഷ്ടിയ തന്നെ നമ്മൾ ഇതിനെ പ്രൊസീഡ് ചെയ്യാണ്, പോളിസി ഇഷ്യൂ ചെയ്യാനുള്ള സംഭവത്തിലേക്ക് പോകണം. അപ്പൊ കസ്റ്റമർ എഗ്രി ചെയ്യുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എഗ്രി ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാനത് പ്ലേ ചെയ്യാം. കണ്ടോളൂ. ഇത് നമ്മൾ ലിങ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഈ ആപ്പ് കാണുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടെങ്കിൽ കാണാം, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു സംഭവം ഇതാണ് ഫോണിനകത്ത് തുറന്നു വരും. ലിങ്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു വരുന്ന സംഭവം ഇതാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് തമിഴ് കൊടുത്തിട്ടുണ്ട്, ഹിന്ദി കൊടുത്തിട്ടുണ്ട്, മലയാളം കൊടുത്തിട്ടുണ്ട്. ഏത് ഭാഷയാണ് കൺവീനിയന്റ് എങ്കിൽ ആ കൺവീനിയന്റ് ആയിട്ടുള്ള ഭാഷ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ മലയാളത്തിൽ ടച്ച് ചെയ്യാം. ആ മലയാളമാണ് വേണ്ടതെങ്കിൽ മലയാളം നോക്കാം, അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അത് നമുക്ക് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ടച്ച് ചെയ്തു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡിവൈസിനകത്തെ, നമ്മുടെ മൊബൈൽ ഫോണിനകത്തെ ക്യാമറ ഉപയോഗിക്കണം. നമുക്ക് അതിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ക്യാമറ ഉപയോഗിക്കണം, അതേപോലെ തന്നെ മൈക്രോഫോണും ഉപയോഗിക്കണം. ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മളെ പെർമിഷൻ കൂടാതെ നമ്മുടെ ഡിവൈസിനകത്ത് ഒരു ആപ്പിനത് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അതിന് ആദ്യം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ? മൈക്രോഫോൺ ആൻഡ് ക്യാമറ. അതിനകത്ത് എന്ത് ചെയ്യും? മൈക്രോഫോണും ക്യാമറയും എന്ത് ചെയ്യും? ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോ ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് അലോ ചെയ്യും. അതിന്റെ തൊട്ട് താഴെ ജിയോ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് ലൊക്കേഷനാണ് നമ്മുടെ ഡിവൈസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പറയുന്ന ജിയോ ലൊക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡിവൈസ് പെർമിഷൻ ചോദിക്കുന്നതാണ്. അത് രണ്ടും നമ്മൾ കൊടുത്ത് അത് രണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുക, അലോ ക്ലിക്ക് ചെയ്യുക. രണ്ടിലും അലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന അതിന്റെ താഴെ കാണുന്ന ബട്ടൺ, ആ പച്ച കളറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് മുന്നോട്ട് പോകും. ഈ പ്രോസസ്സ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഇപ്പോൾ ജിയോ അലോ ചെയ്തു, അതുപോലെ തന്നെ ജിയോ ലൊക്കേഷൻ ഉണ്ട്, അതിന്റെ താഴെ രണ്ട് ടിക്ക് വന്നത് നിങ്ങൾ കണ്ടു. നമ്മൾ മുന്നോട്ട് പോയി. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ കാണുന്നത് എന്താണ്? അതിന്റെ സ്ക്രീൻ മാറി, അത് ക്യാമറയിൽ നമ്മൾ വരുന്നത് കാണുന്നുണ്ട്. ഒപ്പം നമ്മുടെ പോളിസിയുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പോളിസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പോളിസി നമ്പർ കാണുന്നുണ്ട്, ഏതാണ് പ്ലാൻ എന്ന് കാണുന്നുണ്ട്, സം ഇൻഷുർഡ് എത്രയാണെന്ന് കാണുന്നുണ്ട്. ഈ പോളിസി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രഷ് പോളിസിയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്, FR പോളിസി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എഗ്രി ചെയ്യാം, അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ എഗ്രി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോയി? നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്തേക്ക് ഇത് പോയി. പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടി വരിക? അഡ്രസ്സ് നോക്കാം, ഫോൺ നമ്പർ നോക്കാം, മെയിൽ ID നോക്കാം. ഇമെയിൽ അതിനകത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കാണാത്തത്. ഇമെയിൽ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ നമ്മുടെ അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് എഗ്രി ചെയ്യാം. എഗ്രി ഉണ്ട്, ഡിസഗ്രി ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എഗ്രി കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? എഗ്രി ക്ലിക്ക് ചെയ്യുന്നു. എഗ്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്ത് വരും? ഫാമിലി ഡീറ്റെയിൽസ് വരും. പ്രപ്പോസറുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി ഡീറ്റെയിൽസ് വരും. അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഗ്രി കൊടുക്കാം. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടെയും എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോർട്ടിലേക്ക് പോകുന്നത് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് 2 ഫോട്ടോ കാണും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കഴ്സർ വെക്കാം, അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന സ്ഥലത്താണ് നമുക്ക് വീഡിയോ കാണേണ്ടത്. പക്ഷെ ഇതിന്റെ താഴെ 2 ഫോട്ടോസ് ഉണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ട്. എന്താണ് കൺഫേം ചെയ്യുന്നത്? ഈ ക്യാമറയ്ക്കകത്ത് നമ്മുടെ ഫേസ് കാണുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ലൈവ്നെസ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാൻ വേണ്ടി
വല്ല ഫോട്ടോയോ മറ്റോ നമ്മുടെ ക്യാമറയുടെ നേരെ പിടിച്ചത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് തന്നെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ്ലി ചെക്ക് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ രണ്ടും, ഇത് ജസ്റ്റ് ഞാനത് പ്ലേ ചെയ്യാം. നമ്മൾ ക്യാമറ നമ്മുടെ നേരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിന്റെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്തെടുക്കും, ഫേസ് ഡിറ്റക്ഷൻ എടുക്കും. ഈ ഫേസ് ഡിറ്റക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് തന്നെ നമ്മൾ ക്യാമറ ഒന്ന് അനക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഫേസ് ഒന്ന് എന്തെങ്കിലും അനക്കി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈവ്ലി ഡിറ്റക്ഷനും അതെടുക്കും. എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്യാമറ റെക്കോർഡ് ചെയ്യുന്നതാണ്. നമ്മളാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫോട്ടോന്റെ മുകളിൽ കാണുന്നു, ഇപ്പൊ നമ്മുടെ ഫോട്ടോ അതിനകത്ത് വന്നു, ഈ ഫോട്ടോയുടെ മുകളിൽ കാണുന്ന റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബട്ടൺ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുന്നു. ബിഗിൻ റെക്കോർഡിംഗ് കണ്ടോ, ഈ ബിഗിൻ റെക്കോർഡിംഗ് എന്നുള്ളത് എവിടെ കൊടുക്കേണ്ട, റെക്കോർഡ് എന്നുള്ളത് കൊടുത്തു. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് റെക്കോർഡ് ചെയ്തു. വെയിറ്റ് അപ്ലോഡിംഗ് ദ വീഡിയോ എന്ന് പറഞ്ഞു വന്നു അല്ലെ. വെയിറ്റ് അപ്ലോഡിംഗ്, സോറി. അപ്പോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതവിടെ ഡിസ്പ്ലേയിൽ വരും. എന്ത് ചെയ്യുന്നു, റെക്കോർഡിംഗ്, ഇത് ഒന്നുകൂടി ഞാൻ കാണിക്കാം. റെക്കോർഡിംഗ് 1 2 3 എന്ത് ചെയ്തു, 3 സെക്കൻഡ് നമ്മൾ റെക്കോർഡ് ചെയ്തു, അത് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ ഒരു എന്ത് വരും, ഒരു കമന്റ് ബോക്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കമന്റ് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ചുവന്ന ലെറ്റർ താഴെ. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ ഇതിപ്പോ ഇത് റീഡ് ചെയ്യുന്ന പെയിനാണ് വന്ന് നിൽക്കുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ കാണുന്ന ഈ ഭാഗം, ഇതിനകത്ത് ഈ ഒരു ചുവന്ന ലെറ്ററിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. ഈ ടിക്ക് ബോക്സ് എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺഫേം ചെയ്തു. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അതിന്റെ താഴെയുണ്ട്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, ഇത് പ്രൊസീഡ് ചെയ്യും. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനകത്ത് ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. ഈ താങ്ക് യു എന്ന് പറയുന്ന മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം. ഇതാണ് നമ്മളൊരു പോളിസി തുറന്ന് നോക്കുന്ന സമയത്ത് TDC ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പോളിസി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് അണ്ടർറൈറ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നതിന് പ്രൊസീഡ് ചെയ്യാമെങ്കിൽ ഇതാണ് അതിന്റെ പ്രൊസീജിയർ വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും ഉണ്ട്. നമുക്ക് പോയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, എറേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ആക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ അടുത്തൊരു വീഡിയോ ഷെയർ ചെയ്യും. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്ന് പോയിട്ട് ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഷെയർ, ഓക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, വീഡിയോ നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം, വീഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്, നോക്കിക്കോളൂ. വീഡിയോ പ്ലേ ചെയ്യുന്നു. എല്ലാ സ്റ്റെപ്പുകളും പഴയ പോലെ തന്നെയാണ്. നമ്മളത് എടുക്കുന്നു, എടുത്തു കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയി ഇവിടെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ എന്ത് കൊടുത്തു, മൈക്രോഫോണിന്റെയും ക്യാമറയുടെയും ആക്സസ് കൊടുത്തു. ജിയോ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്തു. ഇത് രണ്ടിലും ടിക്ക് വന്നു. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ, നമ്മുടെ എന്തോന്ന് പോളിസി ഡീറ്റെയിൽസ് ഇതിനകത്ത് വന്നു. നമ്മൾ നോക്കി. അത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഡിസഗ്രി ചെയ്യാം. അവിടെ നമ്മൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ, അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവിടെ ഡീറ്റെയിൽസ് വന്നു. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസഗ്രി എന്ന് പറയുന്ന പാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും ഡിസഗ്രി എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇമെയിൽ നോക്കി മൊബൈൽ നമ്പറിൽ തെറ്റുണ്ട്, നമ്മൾ എന്ത് ചെയ്തു, അത് അവിടെ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ പേഴ്സന്റെയും അവിടെ ഡിസഗ്രി ഉണ്ടെങ്കിൽ ഡിസഗ്രി നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സെറ്റുള്ളത് ഇതുണ്ട് അതിനകത്ത്. അപ്പൊ അതിൽ ഓരോന്നിലും നമുക്ക് കാണാൻ പറ്റും എവിടേക്കാണ് നമ്മുടെ ഡിസഗ്രിമെന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്നു, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബിഗിൻ റെക്കോർഡിംഗ് കൊടുത്തു. റെക്കോർഡിംഗ് കൊടുക്കുന്ന സമയത്ത് പഴയ അതേപോലെ തന്നെ എന്ത് ചെയ്യും, വീഡിയോ റെക്കോർഡ് ചെയ്യും. പഴയ അതേപോലെ തന്നെ, കാരണം ഇത് നെറ്റിന്റെ സ്പീഡിനനുസരിച്ചാണ് കേട്ടോ. കാരണം ഇത് നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്, അതുകൊണ്ടാണ് ചെറിയ വെയിറ്റിംഗ് വരുന്നത്. ആ വീഡിയോ എടുത്തുള്ള റെക്കോർഡിംഗ് 0 1 2 3 അല്ലെ, 3 സെക്കൻഡ് എന്ത് ചെയ്തു, വീഡിയോ റെക്കോർഡ് ചെയ്തു, അത് അപ്ലോഡ് ചെയ്തു. അവിടെ ടിക്ക് മാർക്ക് വന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ടിക്ക് മാർക്ക് വന്നു. പ്രൊസീഡ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
താങ്ക് യു പറഞ്ഞു, നമ്മളത് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്തു. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ എക്സിക്യൂട്ടീവ് വിൽ കോൾ യു ഫോർ ഡിസഗ്രീഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സംഭവം വരും. ആ പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കണ്ട് മനസ്സിലായിട്ടാവും വിചാരിക്കുന്നു. നമുക്ക് നോക്കാം അത് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ്, രണ്ടാമത് കണ്ട വീഡിയോ ആണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒരു ഡിസഗ്രിമെന്റ് വന്നു. ഈ ഡിസഗ്രിമെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും, TVC ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലും. അവിടുന്ന് അത് എങ്ങോട്ട് ചെല്ലും, ഏത് ഓഫീസിലാണോ ഇത് ചെയ്തിട്ടുള്ളത് ആ ഓഫീസിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. ഇങ്ങനെ ഒരു ഡിസഗ്രിമെന്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു മാനുവൽ TVC ഇനിഷ്യേറ്റ് ചെയ്യും. മാനുവൽ TVC എന്ന് പറഞ്ഞാൽ പഴയ പോലെ തന്നെ നമ്മൾ വിളിച്ചിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു ടെലിവെരിഫിക്കേഷൻ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യും. ആ ടെലിവെരിഫിക്കേഷൻ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കിട്ടും, നമ്മുടെ TVC ഡിപ്പാർട്ട്മെന്റിൽ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള TVC ഡിപ്പാർട്ട്മെന്റിൽ വരും. ഈ TVC ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളെ കസ്റ്റമർ ആരാണോ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യും. കസ്റ്റമറെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറോട് വിശദമായിട്ട് ഈ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചോദിക്കും. ആ ചോദിക്കുന്നതിൽ എവിടെയാണ് കസ്റ്റമർ ഡിസഗ്രി ചെയ്യുന്നത് എങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തെ ഒരു കൊറി ആയിട്ട് റൈസ് ചെയ്തിട്ട് എങ്ങോട്ട് അയക്കും, നമ്മുടെ ബ്രാഞ്ച് ഓഫീസിലേക്ക് അയക്കും. ആ ബ്രാഞ്ച് ഓഫീസിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങൾ എവിടെയാണോ ബ്രാഞ്ച് ഓഫീസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അവിടുന്ന് നിങ്ങളോട് പറയും ഇന്ന സ്ഥലത്ത് ഇന്ന പോളിസിയിൽ ഒരു കൊറി വന്നിട്ടുണ്ട്, കൊറി ക്ലിയർ ചെയ്യണം എന്ന് അവരോട് പറയും. ആ കൊറി ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് അപ്ലോഡ് ചെയ്ത് TVC കഴിഞ്ഞു, കംപ്ലീറ്റ് പ്രോസസ് കഴിഞ്ഞിട്ട് നമുക്ക് പോളിസി എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇത് വളരെ ചെറിയൊരു പ്രോസസ്സാണ്. പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ എല്ലാ ലോജിക്കും നിലനിർത്തി നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു വിത്തിൻ എന്താ പറയാ ഒരു 40 സെക്കൻഡ് 45 സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഒന്നോ രണ്ടോ പോളിസികൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ കൂടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാ ട്രെയിനേഴ്സിനും ഇതിൽ ഓൾറെഡി ട്രെയിനിങ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ബ്രാഞ്ച് മാനേജേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അണ്ടർ റൈറ്റിംഗ് ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ പറയുന്ന ആളുകൾക്ക് ഇതിൽ വേണ്ടത്ര പരിജ്ഞാനം ഓൾറെഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകരുത്. കാരണം ഇത് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. നമ്മുടെ ഒരു പോളിസി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ പറയുന്ന പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് കസ്റ്റമർ ലൈവായിട്ട് അംഗീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കോൺട്രാക്ടിന്റെ ജെന്യൂനിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു മേഖലയ്ക്ക് നമ്മുടെ ഈ ബിസിനസിനെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്കത് സുരക്ഷിതമാണ്. നാളെ പിറ്റേന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർക്ക് ഒരിക്കലും ഞാൻ ആ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അഡ്വൈസറുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ്, അവരിതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം ചെയ്യാത്തതുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വരില്ല. കസ്റ്റമർക്ക് വിശ്വസിക്കാം എന്ത് കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രപ്പോസൽ ഫോമിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കസ്റ്റമർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ സാഹചര്യത്തെ വളരെ സുന്ദരമായിട്ട് നിങ്ങൾ മാർക്കറ്റിനകത്ത് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ആരോഗ്യ ഇൻഷുറൻസ് ഒരാൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കമ്പനി എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ തരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റമറോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എനിവേ ഇതൊരു വളരെ ചെറിയ സെഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആകെ ഒരു 20 മിനിറ്റിന്റെ സെഷനാണ് രണ്ടും കൂടി പറയുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുക. പോളിസി എടുത്തിട്ട് നിങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോളിസി കീൻ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറോട് പറയാം ഞാനിത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒരു മെസ്സേജ് വരും, വാട്സപ്പിൽ വരും, അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും വരും. അതിനകത്ത് നോക്കണം, ആ പറയുന്ന ലിങ്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊന്ന് ബ്രീഫ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാനുള്ളൂ. ഇനിയും സെഷൻസ് വരുന്നുണ്ട്. തുടർച്ചയായിട്ട് നമ്മൾ സെഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോക്കലി നിങ്ങളുടെ ബ്രാഞ്ചുകൾക്കകത്ത് സെഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് നമ്മുടെ സെഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളുടെ ട്രെയിനേഴ്സിനോട് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ട്രെയിനേഴ്സ് അയച്ചു തരും. പക്ഷേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പോളിസികൾ വളരെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് വരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് ഇതില് ഒരു ചോദ്യം നേരത്തെ നടന്ന സെഷനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് സൂചിപ്പിക്കാൻ വിട്ടുപോയി. ചില ആളുകൾ ഗൾഫിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് എന്ത് പോവില്ല, നമ്മുടെ വാട്സപ്പ് മെസ്സേജുകളോ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജുകളോ പോവില്ല. അത്തരം സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ആള് ഇന്ത്യയിലല്ല പുറത്താണെന്നുള്ളത് എവിടെ ഇൻഫോം ചെയ്യുക, നിങ്ങളുടെ ബ്രാഞ്ചിനകത്ത് ബൈ മെയിൽ ഇൻഫോം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലത്തേക്ക് ഇതൊരു സൊല്യൂഷൻ വരുന്നത് വരെ തൽക്കാലത്തേക്ക് നമ്മൾ നമ്മുടെ മാനുവൽ TVC വഴി ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ നമ്മൾ ക്ലിയർ ചെയ്യും. അറ്റ് പ്രസന്റ് ഇപ്പൊ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ പോളിസികൾക്കും അതുപോലെ തന്നെ പോർട്ടബിലിറ്റി പോളിസികൾക്കുമാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാഞ്ച് മാനേജറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ് മാനേജറുമായിട്ടോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.